ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLന്റെ ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനോട് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അർഹിച്ച ഒരു തോൽവി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. കാരണം ഈ മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയതും ആക്രമണങ്ങൾ നടത്തിയതും മോഹൻ ബഗാൻ തന്നെയാണ്. അർഹിച്ച വിജയമാണ് മോഹൻ ബഗാൻ സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഡേവിഡ് കാറ്റിലയുടെ സ്റ്റാർട്ടിംഗ് 11നോട് പലർക്കും എതിർപ്പുണ്ടായിരുന്നു. അതായത് കേവലം 2 വിദേശ താരങ്ങൾ മാത്രമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് 11ൽ ഉണ്ടായിരുന്നത്. കെവിൻ യോക്ക്, മർലോൺ റൂസ് എന്നിവരെ സ്റ്റാർട്ടിംഗ് 11ൽ ഉൾപ്പെടുത്താൻ കാറ്റില തയ്യാറായിരുന്നില്ല. ഈ വിഷയത്തിൽ ഒരു വിശദീകരണം ഇപ്പോൾ ഈ പരിശീലകൻ തന്നെ നൽകിയിട്ടുണ്ട്. അതൊരു പ്ലാൻ ആയിരുന്നു എന്നാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റില പറഞ്ഞിട്ടുള്ളത്. അതായത് മത്സരത്തിന്റെ മുഴുവൻ സമയവും ഈ പുതിയ താരങ്ങൾക്ക് ഇങ്ങനെ കളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മത്സരത്തിന്റെ മുഴുവൻ സമയവും ഊർജം നിലനിർത്താൻ വേണ്ടിയാണ് ഈ താരങ്ങളെ അവസാനത്തേക്ക് മാറ്റിവെച്ചത് എന്നാണ് ഡേവിഡ് കാറ്റില പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മത്സരത്തിന്റെ 90 മിനിറ്റും ഫിസിക്കലി തളരാതെ കളിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. കെവിനും മർലോണും പുതിയ താരങ്ങളാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മത്സരങ്ങൾ കളിക്കാതെ ഒരുപാട് കാലം പുറത്തിരുന്ന താരങ്ങളാണ് ഇവർ. അവരെ സ്റ്റാർട്ടിംഗ് 11ൽ ഇട്ട് കഴിഞ്ഞാൽ ആദ്യ പകുതിക്ക് ശേഷം അവർക്ക് തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് അവസാനത്തിലേക്ക് അവരെ മാറ്റിവെച്ചത്. അവസാനം ഇവരെ കൊണ്ടുവന്ന് ടീമിന് കൂടുതൽ ഊർജം നൽകുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതുമാത്രമായിരുന്നു പദ്ധതി. ഇതാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റില പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കളിക്കളത്തിലേക്ക് വന്നതിന് ശേഷം നല്ല രൂപത്തിൽ കളിക്കാൻ കെവിൻ യോക്കിനും മർലോൺ റൂസിനും കഴിഞ്ഞിട്ടുണ്ട്. കളിക്കളത്തിൽ 4 വിദേശ താരങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സ് നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കാനാവാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11ൽ റൂസും യോക്കും ഒക്കെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.